എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണ സംവിധാനത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അറിയാനുള്ള അവകാശ നിയമം, അതാണ് ആ നിയമത്തിൻ്റെ പേര്. അറിയുവാനുള്ള അവകാശം ജനങ്ങളുടെ മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ നിയമം. ഭരണം സുതാര്യമാക്കാനുള്ള സുപ്രധാനമായ ഒരു കാൽവയ്പായിരുന്നു 2005 ഈ നിയമനിർമ്മാണം. ഔദ്യോഗിക രഹസ്യം സൂക്ഷിക്കൽ ദൃശ്യമായ കീഴ്വഴക്കമാണ് ഭാരതത്തിലെ ഭരണ സംവിധാനത്തിൽ നിലനിന്നിരുന്നത്. ഈ നിയമം വന്നതോടെ അതിനൊരു വിരാമമായി. ഭരണരംഗത്ത് നടക്കുന്നത് എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് കഴിയും എന്നതാണ് നിയമത്തിൻ്റെ സവിശേഷത. ഭരണത്തിൻ്റെ സുതാര്യത നിയമം ഉറപ്പുവരുത്തുന്നു. ഭരണകർത്താക്കൾക്ക് ഇനി ജനങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. തങ്ങളുടെ പ്രവൃത്തികൾ ജനങ്ങൾ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ ഭരണകർത്താക്കളെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന കാര്യം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമാണ്. കേരളത്തിൽ ഭരണരംഗത്തെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഭരണപരിഷ്കാര വേദി. ഭരണപരിഷ്കാര വേദിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഈ നിയമം നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് നേരിട്ട് അനുഭവിച്ചയാളാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, പൊതുപ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. 10 രൂപ ഫീസടച്ച് അപേക്ഷിച്ചാൽ ഏത് പൗരനും വിവരങ്ങൾ ലഭ്യമാകും. 30 ദിവസത്തിനും 40 ദിവസത്തിനും ഇടയ്ക്ക് മറുപടി ലഭിക്കും. ഇത് സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാനും പരിഹരിക്കാനും വിവരാവകാശ കമ്മീഷനും നിലവിലുണ്ട്. ഈ നിയമം ജനങ്ങളുടെ കയ്യിലെ ശക്തമായ ഒരായുധമാണ്. ജനപക്ഷ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടി, സുതാര്യമായ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടി, ഭരണനിർവഹണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇത് ഒരു ആയുധമാണ്, നല്ല ആയുധമാണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നിയമം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഭരണരംഗത്ത് മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുതാര്യമായ ഭരണം നമ്മുടെ അവകാശം. അറിയാനുള്ള അവകാശം നമ്മുടെ മൗലിക അവകാശം. നിയമം ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കുക. ജനപക്ഷത്ത് നിന്ന് ഭരണം നിർവഹിക്കുവാൻ നമ്മുടെ ജനപ്രതിനിധികൾക്കും സർക്കാർ ജീവനക്കാർക്കും അത് നിശ്ചയമായിട്ടും പ്രയോജനപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.